പോൽ നീ പകർന്നേകിയ വിശ്വാസദീപം തെളിച്ചും ആശാകിരണം പോൽ നീ പകർന്നേകിയ വിശ്വാസദീപം തെളിച്ചും നിന്നാമമന്ത്രം ജപിച്ചും നീങ്ങുന്നു നിന്നാട്ടിലെത്തിയിടുവോളം. നിന്നാമമന്ത്രം ജപിച്ചും നീങ്ങുന്നു നിന്നാട്ടിലെത്തിയിടുവോളം. നിന്നാട്ടിലെത്തിയിടുവോളം. പ്രിയനാട്ടിലേക്കുള്ള യാത്ര പ്രിയനെ തേടിയൻ യാത്ര ഒരു നാളും പിരിയാതെ കൊതി തീരുവോളം ഒന്നായി വാഴുവാനാശ ഒന്നായി വാഴുവാനാശ പ്രിയനാട്ടിലേക്കുള്ള യാത്ര. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുന്നതായ സ്വർഗീയ സന്ദേശം, പരിശുദ്ധാത്മ നൽകുന്ന സന്ദേശമാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്, ചിന്തിച്ചുകൊണ്ടിരുന്നത്. പെർഗമോസിലെ സഭയ്ക്ക് ദൂതൻ എഴുതുമ്പോൾ അപ്പോസ്തലനായ യോഹന്നാന് ദൈവാത്മാവ് കാണിച്ചു കൊടുത്തത് എന്താണ്? നീ എൻ്റെ നാമം മുറുകെ പിടിച്ചു എന്ന് മാത്രമല്ല, സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് ഇരുന്നുകൊണ്ട് നീ എൻ്റെ നാമം മുറുകെ പിടിച്ചു. സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് നീ ഇരിക്കുന്നത്, എന്നിട്ട് നീ എൻ്റെ നാമം മുറുകെ പിടിച്ചു. വലിയ പൈശാചിക പ്രലോഭനങ്ങൾ നിൻ്റെ നേരെ ആഞ്ഞടിക്കുന്നുണ്ട്. സാത്താൻ്റെ പരീക്ഷകളും സാത്താൻ്റെ പ്രലോഭനങ്ങളും നിന്നെ വശീകരിച്ചുകൊണ്ട് നാശത്തിലേക്ക് അങ്ങ് ഒഴുക്കിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ നീ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നല്ലത്. അത് മാത്രമല്ല, നിന്നെക്കുറിച്ച് വേറൊരു ഗുണം പറയാനുണ്ട്. എന്താണത്? നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. സാത്താൻ അവൻ ആധിപത്യം പുലർത്തുന്ന സ്ഥലത്ത് വെച്ച് ആണെങ്കിൽ പോലും നീ അന്തിപ്പാസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ അന്നത്തെ സമൂഹം പീഡിപ്പിച്ചപ്പോൾ അപ്പോൾ പോലും നീ എൻ്റെ വിശ്വാസം നിഷേധിച്ചില്ല. നീ സാത്താൻ പാർക്കുന്നിടത്ത് പാർത്തുകൊണ്ട് തന്നെ എങ്ങളുടെ വിശ്വാസം നീ മുറുകെ പിടിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനത്തിൽ പൂർണ്ണമായി ഐക്യം ഉണ്ടായി എന്ന് വരികയില്ല. ചിലപ്പോൾ ഐക്യം ഉണ്ടാകണം, തീർച്ചയായിട്ടും വേണം. ഉണ്ടായില്ല എന്ന് വരട്ടെ. ഭാര്യയും ഭർത്താവും തമ്മിൽ രണ്ട് പിന്നെ അഭിപ്രായമാണെന്നിരിക്കട്ടെ, പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. ഉണ്ടാകരുത്. എന്നാൽ അങ്ങനെയെല്ലാം അലങ്കോലങ്ങളൊരു ഭവനമാണെങ്കിൽ പോലും അങ്ങനെ ഉള്ളയിടത്ത് നിന്ന് താമസിച്ചുകൊണ്ട് ആരും കൂട്ടായ്മയ്ക്ക് അനുകൂലമല്ല, ആരും വചനത്തിന് അനുകൂലമല്ല, അവർ വചനം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. അങ്ങനെ സാത്താൻ പാർക്കുന്നിടത്താണ് നീ ഇരിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളണം. എന്താണത്? നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായി അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്ങളുടെ വിശ്വാസം നിഷേധിച്ചില്ല. സ്തോത്രം. എങ്ങളുടെ വിശ്വാസം നിഷേധിച്ചില്ല. സാത്താൻ പാർക്കുന്നിടത്ത് തന്നെയാണ് നീയും പാർക്കുന്നത്, ശരിയാണ്. പക്ഷേ നീ എൻ്റെ ഒരു രജത ദീപം പോലെ നീ കത്തി നിന്നു. സ്തോത്രം. വെള്ളി വെളിച്ചം പോലെ നീ കത്തി നിന്നു. നീ അവിടെയെല്ലാം പ്രകാശമുള്ളതിനായി നിന്നു. അന്ധകാരമാണ് ചുറ്റുമെല്ലാം, ശരിയാണ്. സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് നീ ഇരിക്കുന്നത്. സാത്താൻ സിംഹാസനം ഉള്ളിടത്താണ് നീ പാർക്കുന്നത്. എങ്കിലും നീ വലിയ പ്രതിസന്ധി വന്നപ്പോൾ, വിശ്വാസത്തിൻ്റെ പരിശോധന വന്നപ്പോൾ നീ എങ്കിലുള്ള വിശ്വാസം പരിത്യജിച്ചില്ല, വിശ്വാസം ഉപേക്ഷിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അന്തിപ്പാസിനെ കൊന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര ഘടകപരമായ പീഡകൾ ആ കാലത്ത് വന്നത്. ഇന്ന് നമുക്ക് എന്ത് സ്വാതന്ത്ര്യമാണ്. ഇന്ന് നാളെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്ത് സ്വാതന്ത്ര്യമാണ്. ദൈവത്തിന് വചനം പറയാം, എവിടെയെങ്കിലും പോയി യോഗം നടത്താം, ആരും തടുക്കുന്നില്ല, ആരും തടയുന്നില്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇവിടുത്തെ കാര്യമാണ് ഈ പറയുന്നത്. എന്നാൽ ഭാരതത്തിൽ വേറെ സ്ഥലങ്ങളിലെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. ഏതായാലും ഇവിടെ ദൈവം കൃപ ചെയ്ത് നമുക്ക് ഇത്രയും സാവകാശം തന്നിട്ടുണ്ട്, സൗകര്യം തന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വന്നു ചേരാനുള്ള ഒരു അവസരം തന്നിട്ടുണ്ട്, അതിനുള്ളതായ സാഹചര്യം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വരാനുള്ള മനസ്സ് തന്നിട്ടുണ്ട്. നല്ല കാര്യം. നീ എൻ്റെ നാമം നിഷേധിച്ചില്ല.
ഞങ്ങൾ വിശ്വാസം ഉപേക്ഷിച്ചില്ല, വിശ്വാസം മുറുകെ പിടിച്ചു. വിശ്വാസം ഉപേക്ഷിച്ചിട്ടില്ല. വിശ്വാസം ഉപേക്ഷിക്കാവുന്ന പീഡകൾ വന്നു, പീഡകൾ ധാരാളം വന്നു. ഒന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടില്ലേ, ചില സമയത്ത് കർത്താവ് ഒന്നും കാണുന്നില്ലായിരിക്കുമോ? തോന്നിയിട്ടില്ലേ? സ്തേഫാനോസ് കല്ലേറ് കൊണ്ട് പിടയുന്നു. ഒട്ടേറെ യഹൂദന്മാർ, മതമേധാവികളെല്ലാം തടിച്ചു കൂടി ചുറ്റി നിൽക്കുന്നു. സ്തേഫാനോസ് ഒരാളോട് നിൽക്കുന്നു. നാലുപാട് നിന്നും കല്ലുകൾ വന്ന് ദേഹത്തു നിന്ന് കൊള്ളുന്നു. സ്തേഫാനോസിൻ്റെ തലയിലും കണ്ണിലും മുഖത്തും നെഞ്ചിലും ശരീരത്തെ ആസകലം അവളുടെ കല്ലുകളിൽ നിന്ന് തുരുരാവുന്ന വീണുകൊണ്ടിരിക്കുന്നു. ഒരു സമയമായപ്പോൾ സ്തേഫാനോസ് വീണുപോയി, കല്ലേറുകൊണ്ട് വീണുപോയി. മേലങ്കി എന്ന് പറയുന്ന പുസ്തകത്തിൽ ലോയിഡ് സി ഡഗ്ലസ് എഴുതിയിട്ടുണ്ട്. മേലങ്കി, മലയാളത്തിലുണ്ട് പുസ്തകം. മേലങ്കി, ദ റോബ് എന്നാണ് ഇംഗ്ലീഷ് പുസ്തകത്തിൽ അതിൻ്റെ പേര്, ഇംഗ്ലീഷിലുള്ള പേര് ദ റോബ്. അതിൽ ലോയിഡ് സി ഡഗ്ലസ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. സ്തേഫാനോസ് അങ്ങ് കല്ലേറുകൊണ്ടങ്ങ് വീണു. ശരീരത്തിൽ നിന്ന് ചോരയിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എല്ലുകൾ തകർന്നിരിക്കുന്നു, അരിയെല്ലുകൾ ഒടിഞ്ഞിരിക്കുന്നു, കൈമുട്ടുകൾ കാൽമുട്ടുകളെല്ലാം തകർന്നിരിക്കുന്നു. സ്തേഫാനോസ് വിഷമിച്ച്, ഒരു വിധത്തിൽ വിഷമിച്ച് കൊടുങ്കൈയ്യോ ഒന്ന് കുത്തി നോക്കി, പയ്യെ പയ്യെ നിവരാൻ നോക്കി. അങ്ങനെ പയ്യെ നിവർന്നുകൊണ്ട് മുകളിലോട്ട് നോക്കി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, ആ സമയത്ത് ദൈവം അത് കണ്ടില്ലായിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ദൈവം കണ്ടു എന്ന് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു, പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന കർത്താവ്, എഴുന്നേറ്റ് നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു. തൻ്റെ പ്രിയദാസൻ കല്ലേറ് കൊണ്ട് പിടയുന്നത് കണ്ട് കർത്താവ് സഹിക്കുകയ്യാതെ താഴോട്ട് നോക്കുന്നു. ദൈവത്തിന് കഴിവില്ലാത്തതുകൊണ്ടാണോ? നിത്യനായ ദൈവത്തിന് കഴിവില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരുന്നത്, പ്രശ്നങ്ങൾ വരുന്നത്, രോഗങ്ങൾ വരുന്നത്, വേദനാ വിഷയങ്ങൾ വരുന്നത്, ചില കഷ്ടനഷ്ടങ്ങൾ വരുന്നത്, നഷ്ടങ്ങൾ, വലിയ പെരിയ നഷ്ടം വരുന്നു, ബിസിനസ്സിൽ പരാജയം വരുന്നു, അല്ലെങ്കിൽ കഷ്ടങ്ങൾ ചിലത് വരുന്നു, ഒരു കാര്യമില്ലാതെ ചിലത് നിങ്ങൾ ഉപദ്രവിക്കുന്നു. ഇതെല്ലാം വരുമ്പോൾ അപ്പോഴെല്ലാം നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ കർത്താവെ, നീ അറിയുന്നില്ലേ ഇതൊന്നും? നീ അറിയുന്നില്ലേ? കൊണ്ട് എല്ലാം കർത്താവ് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നിശബ്ദനായി നിൽക്കുകയാണ്. ദൈവം ഇനാക്റ്റീവ് അല്ല, ദൈവം ആക്റ്റീവ്, ദൈവം പ്രവർത്തിക്കുന്നതായി തന്നെ ഇരിക്കുകയാണ്. ഇനാക്റ്റീവ് അല്ല, നിഷ്ക്രിയനല്ല. ദൈവം എല്ലാം കാണുന്നു. തക്ക സമയത്ത് അവൻ കരനീട്ടും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് അവൻ്റെ കരനീട്ടും. നമുക്ക് അറിഞ്ഞുകൂടാ എപ്പോഴാണെന്ന്. നിങ്ങൾക്കറിയില്ലേ, ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്ത് കൊടും ക്രൂര കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഇറാഖിലും സിറിയയിലും മറ്റും എത്രമാത്രം ആളുകളാണ് കൊല്ലപ്പെടുന്നത്. പാവങ്ങൾ വീട് ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് ആളുകൾ ഓടുന്നു. അവർ കാട്ടിൽ പോയി ഒളിച്ചു പറക്കാനായിട്ട് പോകുന്നു. നാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ, ഈ ലോകത്ത് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ലോകത്തിൻ്റെ ചരിത്രം നോക്കിയാൽ കാണാം, ദൈവം ഒരിക്കലും ഉറങ്ങുന്നില്ല. ഇസ്രായേലിൻ്റെ പരിപാലനം മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. എല്ലാം ദൈവം കാണുന്നു. നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവ് അറിയുന്നു. മോളെ, നീ ഒറ്റയ്ക്കിരുന്ന് നെടുവീർപ്പെടുന്നത് യേശുമ്പരാൻ അറിയുന്നു. മോനെ, നിൻ്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്കിരുന്ന് വേദനിച്ച് പൊളയുന്നത് യേശു അറിയുന്നു. ദൈവം അറിയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കൂ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം കാണുന്ന ഒരു നിത്യനായ ദൈവം കാലത്തിൻ്റെ ചക്രവാളാന്തത്തിൽ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന നിത്യനായ ദൈവം, കാലത്തിൻ്റെ മൂർധന്യത്തിൽ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് ഉറ്റുനോക്കുന്ന നിത്യനായ ദൈവം, ആ ജീവനുള്ള ദൈവം എല്ലാം കാണുന്നുണ്ട്. കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നുണ്ട്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ട്, നമ്മുടെ മക്കളുടെ വേദനാവിഷയങ്ങൾ അറിയുന്നുണ്ട്, അവരുടെ പ്രതിസന്ധികൾ അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മക്കൾ ചിലർ ഇന്ന് നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന മക്കൾ ചിലർ അവർ മുറിക്കകത്ത് കയറി വാതിലടച്ചിരിക്കുന്നു. ദൈവം അറിയുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ദൈവം അറിയുന്നുണ്ട്. മക്കൾ മുറിക്കകത്ത് വാതിലടച്ചിരിക്കുന്നു. മോനെ, കഴിക്കാൻ വരണ്ടേ? വേണ്ടേ? കഴിക്കണ്ടേ? അവൻ ദേഷ്യം വരുന്നു. എന്തിനാണ് ദേഷ്യം വരുന്നത്? അവന് തന്നെ അറിഞ്ഞുകൂടാ. ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ദേഷ്യം വരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ എപ്പോഴോ കഞ്ചാവ് വലിച്ചു, എപ്പോഴോ മയക്കുമരുന്ന് കുത്തിവെച്ചു. ഒരുപക്ഷെ അവൻ ആഗ്രഹിച്ചതല്ല. അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ ക്ലാസ്മേറ്റ്സ് അവനെ പിടിച്ചു നിർത്തി ബലമായി കുത്തിവെച്ചതാണ്. പാവമായ ചെറുപ്പക്കാരൻ്റെ ഭാവി പോയി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പഠിക്കണമെന്ന് തോന്നുന്നില്ല. എന്തിനാ ജീവിക്കണമെന്ന ചിന്ത എപ്പോഴും ഒരു ചിന്തയിൽ ലയിച്ചിരിക്കുകയാണ്. നിരാശയിലേക്കാണ്ട് പോയി. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ദൈവം അതിന് ഭാഗ്യവശാൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ളതായി വഴി കർത്താവ് ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട്. എല്ലാം കർത്താവ് മനസ്സിലാക്കി തരുന്നുണ്ട്. രക്ഷപ്പെടാൻ എന്താണ് പോം വഴി? എങ്ങനെ രക്ഷപ്പെടാം? എങ്ങനെ ഈ നൂലാമാലകളിൽ നിന്നും കുരുക്കുകളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം? ഓരോരുത്തരും ചിന്തിക്കൂ. എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. എന്നെ കാണുന്ന ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്.
പ്രിയപ്പെട്ടവരെ, എന്നെ കാണുന്ന ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം, എൻ്റെ ഏറ്റവും വലിയ നന്മ ആഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. എൻ്റെ നന്മ മാത്രമേ യേശു ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ഭൂലോകത്തിലെ താൽക്കാലിക ജീവിതത്തിൽ നന്മ മാത്രമല്ല, മരണശേഷമുള്ള നിത്യതയിലെ നന്മയാണ് കർത്താവ് എന്നെക്കുറിച്ച് കാണുന്നത്. നിത്യതയിൽ ഞാൻ ദൈവസന്നിധിയിൽ വസിക്കണമെന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ കാലം കഴിഞ്ഞ് ഒരു നാൾ ഞാൻ പറന്നു പോകും, കടന്നു പോകും. മരണമെന്ന ആ വാതിൽ കൂടി അപ്പുറത്തേക്ക് കിടക്കും, തിരശ്ശേരിക്ക് അപ്പുറത്തേക്ക് കിടക്കും. ആ നിത്യതയിൽ അന്ന് ഞാൻ യേശുവിൻ്റെ സ്നേഹത്തിൽ അധിവസിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ വിരിമാറിൽ ഞാൻ തലയായിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ തിരുവിലാവിൽ ഞാൻ അഭയം പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അന്ന് ചെന്ന് യേശുവിൻ്റെ മുറിവേറ്റ പാദം ഞാൻ മുത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒറ്റയ്ക്കൊരു കാര്യം മാത്രമാണ്, സ്നേഹം. സ്നേഹിക്കുന്ന ഒരു മനസ്സ്, സ്നേഹം. ദൈവത്തെ സ്നേഹിക്കുന്നവരായിത്തീരണം. കർത്താവ് നമ്മുടെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. സ്നേഹമുണ്ടെങ്കിൽ ത്യാഗമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ അധ്വാനമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നന്മ അന്വേഷിച്ചുകൊണ്ടുള്ള അധ്വാനമുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അധ്വാനമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ ത്യാഗമുണ്ട്. വേറെ ചിന്തിക്കൂ, സ്നേഹം നിങ്ങൾക്കുണ്ടോ? യേശുവിനുള്ള സ്നേഹമുണ്ടോ? ഇവിടെ നിന്ന് കാണുന്നത് പെർഗമോസിലെ ജനം, അവർ വിശ്വാസം ത്യജിച്ചില്ല. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. വിശ്വാസം നിഷേധിച്ചില്ല. എന്തെല്ലാം വന്നാലും ശരി, കർത്താവേ, മരണം നേരിട്ടാലും ശരി, മാരക രോഗം വന്നാലും ശരി, എനിക്കെൻ്റെ യേശുവിൻ്റെ സ്നേഹം വേണം, എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം വേണം. പറയൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹൃദയത്തിൽ പറയണം. ആരെല്ലാം എതിരായാലും ശരി, ആരും എനിക്ക് അനുകൂലം അല്ലെങ്കിലും ശരി, എല്ലാവരും തെറ്റിദ്ധരിച്ചാലും ശരി, ഏതെല്ലാം ഉപദ്രവങ്ങൾ എനിക്ക് ഈ ഭൂമിയിൽ വന്നാലും ശരി, ഞാൻ അഡ്രസ് ഇല്ലാത്തനായി തീർന്നാലും ശരി, കർത്താവ് എനിക്ക് ഒറ്റയ്ക്കൊരു കാര്യം വേണം, സ്നേഹം തരണം. എന്ത്? യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സാന്നിധ്യം. യേശുവിൻ്റെ സാന്നിധ്യം തരണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് നഷ്ടപ്പെടുത്തിക്കൊള്ളും, എന്ത് നഷ്ടപ്പെടട്ടെ. പൈസ നഷ്ടപ്പെടണമോ? പൊയ്ക്കോട്ടെ, സാരമില്ല. നിങ്ങളുടെ സൽപ്പേര് നഷ്ടപ്പെടണമോ? പൊയ്ക്കോട്ടെ, സാരമില്ല. നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ പോപ്പുലാരിറ്റി ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം നഷ്ടപ്പെടുമോ? സാരമില്ല, പോട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുമോ? നിങ്ങളുടെ ശത്രുക്കളായി തീരുമോ? സാരമില്ല. എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ യേശു, ഇതായിരിക്കും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉച്ചാരണം. ഹൃദയം ഉച്ചരിക്കുന്നു, ഹൃദയം ധ്യാനിക്കുന്നു. എൻ്റെ യേശു, യേശു വ്യസനിക്കരുത്. സ്തോത്രം. ദൈവത്തിന് വലിയ മുഖത്തുപെടട്ടെ. സ്തോത്രം. ഞാനിങ്ങനെ പറയും, ദൈവത്തിന് സ്തോത്രം. ഞാൻ തികഞ്ഞൊന്നുമല്ല, എന്നാലൊരു കാര്യം എനിക്കറിയാം. എൻ്റെ യേശു വ്യസനിക്കുന്നത് കണ്ടാൽ ഉടനെ ഞാൻ കാൽ പുറകോട്ട് മാറ്റും. എൻ്റെ യേശു വ്യസനിക്കുന്നത് കണ്ടാൽ പിന്നെ ഞാൻ വേറൊന്നും ചിന്തിക്കില്ല. അത് കർത്താവ് എനിക്ക് തന്നൊരു ഭാഗ്യമാണ്, ഞാൻ പറയട്ടെ. അതൊരു കൃപയാണത്. എൻ്റെ യേശു ദുഃഖിക്കുമോ? ഇല്ല. പിന്നെ ഞാൻ രംഗത്തേക്കില്ല, അവിടെ ഉറപ്പാണ്. കർത്താവിന് സ്തോത്രം. അക്കാര്യത്തിൽ ഒരു ദൃഢധൈര്യം കർത്താവ് ഈ നിസ്സാര മനുഷ്യന് തന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളോടൊരു കാക്ക് പറയട്ടെ, നിങ്ങളുടെ ചേർത്ത് പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നോക്കി കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ? കർത്താവ് സന്തോഷിക്കുന്നുണ്ടോ? വലിയ വലിയ ആത്മീയ മർമ്മങ്ങളെന്നല്ല പറയുന്നത്, ലളിതമായ കാര്യമല്ലേ പറയുന്നത്. ലളിതമായ കാര്യം. നിങ്ങളുടെ ഓരോ ചെയ്തികളിലും കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വരാൻ സാധിക്കുമായിരുന്ന ഒരു യോഗത്തിന് നിങ്ങൾ വരാതിരിക്കുമ്പോൾ കർത്താവ് പ്രസാദിക്കുമോ? നിങ്ങൾക്ക് വരാൻ സാധിക്കുമായിരുന്ന ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ കർത്താവ് പ്രസാദിക്കുമോ? കർത്താവ് ദുഃഖിക്കില്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഓരോരുത്തരും ചിന്തിക്കുക. നിങ്ങൾക്ക് ചെയ്യാമായിരുന്ന ഒരു സൽക്കർമ്മം ചെയ്തില്ല എന്ന് വരുമ്പോൾ കർത്താവ് ദുഃഖിക്കുകയില്ലേ? ഇനി അങ്ങനെ വരില്ല നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു നല്ല കാര്യം ചെയ്യാൻ കർത്താവിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചു. മനസ്സിലൊരു പ്രേരണ ഉണ്ടായി. ആത്മാവ് പ്രേരിപ്പിച്ചു അറിയാൻ പാടില്ലായിരിക്കും, സാരമില്ല. മനസ്സിലൊരു ചിന്തയുണ്ടായി, ഇന്ന കാര്യം ചെയ്യണം, ഇന്നയാൾക്ക് ഇന്ന സഹായം ചെയ്യണം. മനസ്സിലൊരു ചിന്തയുണ്ടായി. അത് ആ ചിന്ത വന്നപ്പോൾ എങ്ങനെയെങ്കിലും അത് സാധിച്ചെടുക്കണം എന്നുള്ളതായി ആഗ്രഹത്തോട് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? മനുഷ്യരെ പ്രസാദിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിലത്രേ ദൈവത്തെ സേവിക്കേണ്ടത്. ഹൃദയത്തിൻ്റെ ഏകാഗ്രത. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന കാര്യമില്ല, മനുഷ്യന് മുമ്പിൽ നല്ലവളിയാകുന്ന കാര്യമില്ല. സ്വർഗത്തിൽ ദൈവം നോക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്, ഹൃദയം എന്താണ് കാണണം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വായിക്കാം അടുത്ത വാക്യം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വഹിപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. വലിയൊരു ഉപദ്രവം, വലിയൊരു കഷ്ടം നിനക്കുണ്ട്, വലിയൊരു അപകടം നിനക്കുണ്ട്. എഫേസൊക്കെ എഴുതിയപ്പോൾ അവർ പറഞ്ഞു, പല നന്മകൾ നിങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. നിക്കലായവരുടെ നടപ്പ് നിങ്ങൾ പകയ്ക്കുന്നുണ്ട്,
ദുരുപദേശങ്ങളെല്ലാം നിങ്ങൾ തടുക്കുന്നുണ്ട്, വേണ്ട എന്ന് വയ്ക്കുന്നുണ്ട്, നിങ്ങളുടെ കരുതലോടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. എന്നതുപോലെ ഇവിടെ പെർഗമോസ് സഭയെക്കുറിച്ച് പറയുകയാണ്, നിന്നെക്കുറിച്ച് പല നന്മകൾ പറയാനുണ്ട്. എല്ലാം കർത്താവ് കാണുന്നു, നന്മകൾ കർത്താവ് കാണുന്നു. കർത്താവ് പറയുകയാണ്, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്, ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. എന്ത് മൃദുലമായിട്ടാണ് പറയുന്നത്, എന്ത് മധുരമായിട്ടാണ് പറയുന്നത്. ഒരു ചെറിയ കാര്യം നിന്നെക്കുറിച്ച് പറയാനുണ്ട്, കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. എന്താണത്? ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വഹിപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. സ്തോത്രം. എന്താണ് ബലയാം ചെയ്ത തെറ്റ്? എന്താണ് ബലയാമിൻ്റെ തെറ്റ്? ബലയാം ദൈവത്തിൻ്റെ വചനം കിട്ടിയൊരു വ്യക്തിയാണ്. ബലയാം ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചൊരു വ്യക്തിയാണ്. ബലയാം ദൈവത്തിൻ്റെ വചനം പറയാൻ നിയോഗിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. അതിൽ പ്രവാചകനായിരുന്നു. പക്ഷേ പ്രവാചകനാണെങ്കിലും പ്രവാചകൻ്റെ ഉള്ളിൽ നിന്ന് ദ്രവ്യാഗ്രഹം മാറിയിരുന്നില്ല, മനുഷ്യരുടെ ബഹുമതിക്ക് വേണ്ടിയുള്ള ആഗ്രഹം മാറിയിരുന്നില്ല. പ്രവാചകനാണ് ബലയാം, പ്രവാചകനാണ്, ദൈവത്തിൻ്റെ വചനം കിട്ടിയ മനുഷ്യനാണ്. എന്തൊരു ഭാഗ്യം അത്, ദൈവത്തിൻ്റെ വചനം കിട്ടുക. ഓരോ അവസരങ്ങളിൽ ദൈവിക കാര്യങ്ങൾ ദർശിക്കാൻ ദർശനം കിട്ടിയിട്ടുള്ള ആളാണ്. പ്രവചനവും ദർശനമുള്ള ആളാണ് ബലയാം. പക്ഷേ ഈ ബലയാമിന് വരുന്ന പ്രവചനങ്ങൾ തെറ്റിപ്പോകാനൊരു കാരണമുണ്ട്. കള്ളപ്രവചനമായിപ്പോയി. കാരണം മനുഷ്യരുടെ ബഹുമതി വേണം. ബാലാക്ക് രാജാവ് ഒട്ടേറെ സമ്മാനങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ബലയാവിന് ആ രാജാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിപ്പോയി. സമ്മാനങ്ങൾ കിട്ടുമെന്ന് കണ്ടപ്പോൾ, കൈമടക്ക് കിട്ടുമെന്ന് കണ്ടപ്പോൾ, ചെറിയ സഹായങ്ങൾ ചെയ്യുമെന്ന് അറിഞ്ഞപ്പോൾ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് ബാലാക്കിന് വേണ്ടി ചെയ്യണമെന്ന് തോന്നിപ്പോയി. നോക്കൂ, ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരു മടിയും കാണിക്കാത്ത പ്രവാചകനാണ് ബലയാം. ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ. എന്താണത്? ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കൂടി നടന്ന് മോവാബ് ദേശത്ത് എത്തി. മോവാബ് ദേശത്തെത്തിയപ്പോൾ അവിടെയുള്ള രാജാവിൻ്റെ പേര് ബാലാക്ക് എന്നാണ്. ബാലാക്ക് രാജാവ് മനസ്സിലാക്കി ഇവർ വലിയൊരു സൈന്യമാണ് ഈ ഇസ്രായേൽക്കാർ. അവരെ ഫറവോനെ പോലും, അന്നത്തെ ഏറ്റവും പ്രസിദ്ധനായ ചക്രവർത്തിയായ ഫറവോനെ പോലും തോൽപ്പിച്ചിട്ട് വരുന്നവരാണ്, നിസ്സാരരല്ല. അവർക്കൊരു പ്രത്യേക അനുഗ്രഹമുണ്ട്, ദൈവാനുഗ്രഹമുള്ള കൂട്ടരാണ്. അവരെ തടുക്കാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കില്ല, എൻ്റെ സൈന്യം വിചാരിച്ചാൽ സാധിക്കില്ല. 6 ലക്ഷം പേരല്ലേ ഒരുമിച്ച് വരുന്നത്, ഇക്കണ്ട ആളുകൾ, അവരുടെ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഇവരെങ്ങനെ തടുക്കും? എൻ്റെ നാട് അവർ തൂത്തുകളയും, മോവാബ് ദേശം അവരെ മുഴുവൻ തകർത്ത് കളയും, ഈ നാട് അവർ പിടിച്ചടക്കും എന്ന് ബാലാക്കിന് തോന്നി. ബാലാക്ക് നോക്കിയപ്പോൾ ബാലാക്കിന് സൈന്യം കൊണ്ട് ഇതിനെ എതിർക്കാൻ സാധിക്കുകയില്ല. ഒരു കാര്യം ചെയ്യാം, ഇവരെ ശപിച്ചാൽ ഇവർ നശിക്കും, ശപിച്ചാൽ നശിക്കും. അതിന് ബാലാക്ക് പ്രവാചകനായ ബലയാമിനെ വിളിച്ചു വരുത്തി. പ്രവാചകനായ ബലയാമിന് ഒരുപടി ഈ സമ്മാനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു, വലിയ വലിയ വിലയേറിയ വസ്തുക്കൾ കൊടുക്കാമെന്ന് പറഞ്ഞു. നീ ശപിച്ചാൽ മതി, ജനത്തെ ശപിച്ചാൽ മതി. പക്ഷേ ദൈവം തൻ്റെ ജനത്തെ ശപിക്കാൻ ബലയാമിനെ അനുവദിച്ചില്ല. ബലയാം ആ ജനത്തെ ശപിക്കുന്നവരെ അവരെ അനുഗ്രഹിക്കുക ചെയ്തു. കാരണം നിത്യനായ ദൈവത്തിൻ്റെ വചനം നാവിലുണ്ട്, അത് അനുഗ്രഹിക്കുന്ന വചനമാണ്, ശപിക്കുന്ന വചനമല്ല. എല്ലായിടത്തും ജനത്തെ അനുഗ്രഹിച്ചു കണ്ടപ്പോഴേക്കും ബാലാക്ക് ദേഷ്യമായി. ബാലാക്ക് പറഞ്ഞു, നിനക്ക് എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു, ദൂരവും വലിയ സമ്മാനങ്ങൾ തരുമായിരുന്നു, എന്തുമാത്രം നിനക്ക് ഞാൻ തരുമായിരുന്നു, നീ അത് എല്ലാം നാളെ കളഞ്ഞു കുളിച്ചല്ലോ, നിനക്ക് വേണ്ടാന്ന് വെച്ചല്ലോ, കഷ്ടമായി പോയില്ലേ. ബലയാം ഉള്ളിൽ വിചാരിച്ചു, ജനത്തെ ഞാൻ ശപിച്ചില്ല, ശപിക്കാൻ അനുവാദമില്ല, അതുകൊണ്ട് ശപിച്ചില്ല. പക്ഷേ ഈ ജനം നശിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കാം. എന്താണ് ജനം നശിക്കാനുള്ള വഴി? ഈ ജനം മോവാബിലുള്ള സ്ത്രീകളെ, ഈ ജനത്തിൻ്റെ ഇടയിൽ, ഇസ്രായേൽക്കാരുടെ ഇടയിലേക്ക് സ്ത്രീകളെ കൂട്ടത്തോടെ അയച്ചു. മോവാബിലുള്ള സ്ത്രീകൾ ഇസ്രായേൽ പാളയങ്ങളിൽ ചെന്ന് അവരുമായി കൂട്ടുകൂടി. ഫലമോ ഇസ്രായേൽ ജനം മോവാബ്യ സ്ത്രീകളെ സ്വന്തം ഭാര്യമാരായിട്ടെടുത്തു. അങ്ങനെ ജനത്തിൻ്റെ നൈർമല്യം നഷ്ടപ്പെട്ടു. അന്യജാതിക്കാരെ സ്വീകരിച്ചതിൽ കൂടെ, അന്യജാതിക്കാരെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ചതിൽ കൂടെ ഇസ്രായേൽ ജനം പാപം ചെയ്തു. ഒരിക്കലും നിങ്ങൾ അശുദ്ധിയോടെ ചേർച്ച പാടില്ല, വീഴ്ച പാടില്ല എന്ന് ദൈവം കൽപ്പിച്ചിരുന്ന വചനം അവർക്കറിയാമായിരുന്നു. പക്ഷേ അവർ അത് മറന്ന്, അല്ല അതേ ധിക്കരിച്ച് അവർ മോവാബി സ്ത്രീകളെ അവർ സ്വീകരിച്ചു. ഇസ്രായേൽക്കാർക്ക് അഴുക്ക് പറ്റിയാൽ ദൈവത്തിന് ആഘോഷമില്ല, അവർ നശിക്കും. അങ്ങനെ
ബിലയാം ബാലാക്കിന് ഉപദേശിച്ച് കൊടുത്തു, ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മോവാബി സ്ത്രീകളെ ഇസ്രായേൽ പാളയങ്ങളിലേക്ക് അയച്ചുകൊള്ളൂ. അവർ ചെല്ലട്ടെ, അവർ കൂടി ഇണങ്ങട്ടെ, അവർ കൂടി ഇണങ്ങി ജീവിക്കട്ടെ. നശിച്ചുകൊള്ളും, തന്നെ തന്നെ നശിച്ചുകൊള്ളും, വേറെ ആരും വേണ്ട, തന്നെയേ നശിച്ചുകൊള്ളും. ഞാൻ ശപിക്കുകയും വേണ്ട, ഞാൻ ഒന്നും ചെയ്യേണ്ട. പുറമെ നോക്കിയാൽ ബിലയാം ശപിച്ചില്ല, പക്ഷേ ശാപം വന്നു. ദൈവത്തിൻ്റെ കൽപ്പന അവർ ലംഘിച്ചു. ദൈവജനം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ട് ആ ജനത്തിൻ്റെ മേൽ ശാപം വന്നു. അങ്ങനെ ജനത്തിന് വലിയ മഹാസംഹാരം ഉണ്ടായി, വലിയ നാശമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ബിലയാമിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ എന്ന്. ആഗ്രഹം നല്ലതാണ്, നല്ല പ്രാർത്ഥനയാണ്, എന്ത് ഇമ്പമുള്ള പ്രാർത്ഥനയാണ്. ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം ഒരു വിശുദ്ധൻ്റെ ഇതുപോലെ ആകട്ടെ. നല്ല അവസാനം, നല്ല പ്രാർത്ഥന. പക്ഷേ പ്രാർത്ഥന നല്ലതാണെങ്കിലും ജീവിതം ചീത്തയായിരുന്നു, ജീവിതം തെറ്റായ വഴിക്കായിരുന്നു. ഫലമോ, ബിലയാമിൻ്റെ ഉപദേശം മൂലം ഇസ്രായേൽക്കാർ മലിനപ്പെട്ടു പോയി, ജനത്തിന് നാശം വന്നു. ബിലയാം അവൻ്റെ ആഗ്രഹം പോലെ സാധിച്ചില്ല, ഭക്തൻ മരിക്കും പോലെ മരിച്ചില്ല. ശത്രുക്കൾ നശിക്കുന്നത് പോലെ, പൈശാചികർ മരിക്കുന്നത് പോലെ, പൈശാചിക ജനം നശിക്കുന്നത് പോലെ, ദുഷ്ടപിശാചിന് ഇടം കൊടുക്കുന്നവർ നശിക്കുന്നത് പോലെ ബിലയാം നശിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവരാകും, നിങ്ങൾ ചിലർ വേദപാഠ ക്ലാസ്സുകൾ എടുക്കുന്നവരായിരിക്കും, യൂത്ത് അസോസിയേഷനിൽ പോകുന്നവരായിരിക്കും, തീർച്ചയായിട്ടും നിങ്ങൾ ചിലരുടെ സാക്ഷ്യം പറയുന്നവരായിരിക്കും, ചിലർ വചനം പറയുന്നവരായിരിക്കും. നിങ്ങളുടെ ഉദ്ദേശം ശുദ്ധമല്ലെങ്കിൽ, ഹൃദയം ശുദ്ധമല്ലെങ്കിൽ, ഹൃദയത്തിൽ ഏതെങ്കിലും സ്വാർത്ഥതയുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ളതായ അഹന്തയോ സ്വാർത്ഥതയോ നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് ഗൂഢമായി വസിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അപകടം പതിയിരിക്കുന്നു, നയത്തേണ്ടടുത്ത് എത്തുകയില്ല. സ്തോത്രം. ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല കാലങ്ങൾ എനിക്ക് തന്നല്ലോ കർത്താവേ, നല്ല നല്ല അവസരങ്ങൾ എനിക്ക് തന്നല്ലോ കർത്താവേ, വചനം എനിക്ക് മറുപടിയായി തന്നല്ലോ കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി ഒരു ചുവട് വയ്ക്കാൻ എനിക്ക് ഇടവരാതിനെ കാക്കണമേ കർത്താവേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി ഒരു ചുവട് വയ്ക്കാൻ എനിക്ക് ഇടവരല്ലേ, ഒരു ചലനം പോലും എന്നിലുണ്ടാകല്ലേ. ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി ഒന്നും എന്നിലുണ്ടാകല്ലേ. സ്തോത്രം. തീരുമാനിക്കാമോ നിങ്ങൾക്ക്? ദൈവത്തോട് പറയാമോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പറയുമെങ്കിൽ കർത്താവ് ഇപ്പോൾ അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്ന കർത്താവ് നിങ്ങളുടെ മേൽ തന്നെ കരം വയ്ക്കും. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അരികത്തൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. അരികത്തൂടെ യേശു മന്ദം നടക്കുന്നുണ്ട്. നെടുകയും കുറുകയും കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങൾ തൊടുവാൻ തൻ്റെ കരം ഉയർത്തുന്നുണ്ട്. ഒന്നേ വേണ്ടൂ മകനെ, നിൻ്റെ തീരുമാനം എന്താണ്? നിൻ്റെ നിശ്ചയം എന്താണ്? നിൻ്റെ നിർണയം എന്താണ്? നിന്നെക്കുറിച്ചുള്ള നിൻ്റെ ഭാവി എന്താണ്? നീ എന്താണ് നിരൂപിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ കയ്യിലേക്ക് നിന്നെ പൂർണ്ണമായി വിട്ടുതരാൻ നിനക്ക് മനസ്സുണ്ടോ? മരണത്തോളം വിശുദ്ധിയും വിശ്വസ്തയും പാലിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്നെ തന്നെ ത്യജിച്ചുകൊണ്ട്, നിൻ്റെ ഭാവി ത്യജിച്ചുകൊണ്ട്, നിന്നെ ഇല്ലാതാക്കിക്കൊണ്ട്, നിൻ്റേതെല്ലാം എല്ലാ ക്രൂശിങ്ങിൽ അർപ്പിച്ചുകൊണ്ട് നീ നിന്നെ തന്നെ സമർപ്പിക്കാൻ നിനക്ക് തയ്യാറുണ്ടോ? എങ്കിൽ മകനെ, നിൻ്റെ മേലിൻ്റെ കരം വയ്ക്കാം. ഞാൻ നിന്നെ എൻ്റെ മകനായി എൻ്റെ മകളായി സ്വീകരിക്കാം. നിത്യജീവൻ്റെ അവകാശം നിനക്ക് തരാം. സ്വർഗീയ അവകാശത്തിനായി ഞാൻ നിന്നെ യോഗ്യയാക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും ഇപ്പോൾ നല്ല സമയം, ഈ മനോഹരമായ സമയം നഷ്ടപ്പെടുത്താതെ കർത്താവിലേക്ക് നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും യേശുവിനോട് പറയുകയും, എൻ്റെ യേശുവെ, ഇത്രയും കാലം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ കർത്താവേ. നിനക്ക് വിരുദ്ധമായി ഞാൻ സംസാരിച്ചു പോയല്ലോ, നിനക്ക് വിരുദ്ധമായി ഞാൻ സഞ്ചരിച്ചു പോയല്ലോ കർത്താവേ. നിൻ്റെ വഴികൾക്ക് വിരുദ്ധമായി ഞാൻ നടന്നു പോയല്ലോ കർത്താവേ. തെറ്റുകൾ പറ്റിപ്പോയി, സ്വാർത്ഥത വന്നുപോയി, പരീക്ഷ മനോഭാവം വന്നുപോയി, ഞാൻ നീതിമാനെന്നുള്ള ചിന്ത വന്നുപോയി, ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു, എന്നാൽ ഞാനോ പഠിച്ചില്ല കർത്താവേ. തെറ്റുകൾ പറ്റിപ്പോയി. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം തുറക്കാം. യേശുവിനോട് പറയാം. ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് യേശുവിനോട് പറയാം. നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന ക്രിസ്തുവിനോട് പറയാം. തൊട്ടരികത്ത് നിൽക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങൾ പറയാം, കർത്താവേ, ഇത്രയും കാലം പാഴാക്കി കളഞ്ഞു, ഇത്രയും കാലം നഷ്ടപ്പെടുത്തി കളഞ്ഞു കർത്താവേ. ഇനിയുള്ള ഓരോ സെക്കൻഡും എൻ്റെ രക്ഷകനും എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷകനുമായ എൻ്റെ കർത്താവും എനിക്ക് വേണ്ടി തിരരക്തം ചിന്തിയ രക്ഷകനുമായ യേശു മിശിഹായെ അനുസരിച്ചും വിശ്വസ്തയോടെ പിൻപറ്റിയും ഞാൻ നിൽക്കും കർത്താവ്. നിങ്ങൾ വാക്ക് പറയുകയും ദൈവത്തിന് സ്തോത്രം. അന്ത്യത്തോളം യേശുവേ ഞാൻ നിൻ്റെ കൂടെ. യേശുവേ, അന്ത്യത്തോളം മരണത്തോളം യേശുവേ, ആയുസിൻ്റെ അറ്റത്തോളം എൻ്റെ കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും. തീരുമാനിക്കുന്ന കർത്താവേ, എന്നെ നീ സ്വീകരിക്കണമേ. ഈ ചെറിയ കാഴ്ച നീ സ്വീകരിക്കണമേ. ഈ വഴിപാട് നീ അംഗീകരിക്കണമേ കർത്താവേ. നിൻ്റെ തൃപ്പാദത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ നല്ല വഴിപാട് യേശുവേ നീ കൈക്കൊള്ളണമേ കർത്താവേ. ഇതിൽ പാപമുണ്ടായിരുന്നു, ഈ വഴിപാടിൽ അനേകം തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം മാറ്റി എന്നെ ശുദ്ധീകരിച്ച് നീ എന്നെ നിൻ്റെ കൈകളിലേക്ക് എടുക്കണമേ, സ്വീകരിക്കണമേ. എൻ്റെ ഭാവി കരങ്ങളെടുത്ത് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ,
ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾ നടപടിയായി തന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ മക്കളെ തൊടണമേ, ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ സ്നേഹം പകരണമേ. പരിശുദ്ധാത്മാവിനെ നിൻ്റെ മക്കളുടെ ഹൃദയത്തിലേക്ക് പകർന്ന് അനുഗ്രഹിക്കണമേ. വിശുദ്ധിയുള്ള ജീവിതം, വിശ്വസ്തയുള്ള ജീവിതം നയിപ്പാൻ എല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ.